പല ജില്ലകൾക്കും പലതരം വിശേഷങ്ങളും കാഴ്ചപ്പാടുകളാണ്. അത്തരത്തിൽ ഓരോ ജില്ലയെക്കുറിച്ച് നമുക്ക് ഓരോ കാഴ്ചപ്പാടുകളുണ്ടാവും അല്ലേ? പക്ഷെ നിലമ്പൂരിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക തേക്കിൻകാടും തണുപ്പും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇതല്ലാതെ ഇതെന്താ പാലക്കാടാണോ ആലപ്പുഴയാണോ ഒന്ന് തോന്നിപ്പോകുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകളിലൂടെ കടന്നു പോകുന്നത്. സോ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തെക്കുവടക്കൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ പറഞ്ഞു വന്നത് നിലമ്പൂരിൻ്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന കതിർ ഫാമിനെ കുറിച്ചാണ്. അപ്പോൾ ഫാമിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഓൾറെഡി നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും കാര്യമായിട്ടുള്ള മീൻപിടുത്തത്തിലാണ് വല്ലതും നടക്കൂടെ? ഒന്നും കുരുങ്ങുന്നില്ലടാ ഒന്നും. നമുക്ക് ഈ സാധനം ഇതിന്റെ ഷർട്ട് ഒന്ന് പരീക്ഷിച്ചാലോ? വലയൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. പക്ഷെ വേറൊരു കാര്യമുണ്ട് ബ്രോ, ഒന്നും പറയണ്ട. കാരണം കതിർ ഫാം എന്നും പേര് കേട്ടിട്ട് ഇവിടെ ഫുള്ള് നെൽക്കതിരാവുന്ന പ്രതീക്ഷ വന്നതാണ്. പക്ഷെ ഇവിടെ ഇല്ലാത്ത ആക്ടിവിറ്റി ഇല്ല. സത്യം, ആ കാര്യത്തിൽ ഞെട്ടിപ്പിച്ചു കളഞ്ഞു കേട്ടാ. അപ്പം എന്തായാലും നമ്മൾ പേരിൽ കേൾക്കുന്ന സമയത്ത് അങ്ങനെ പാടമാണോ അതുപോലെ വയൽ എന്നുള്ളൊരു ഫീൽ എന്നുള്ളത് മാത്രം, അതിനപ്പുറത്തേക്ക് ഒരു ഫാമിലി ആയിട്ട് വന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് ഫൺ അഡ്വഞ്ചർ എന്ന് ഞാൻ എടുത്തു പറയുന്നില്ല, എങ്കിൽ പോലും ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ കുറച്ചൊരു ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം ബോട്ടിംഗ് ഉണ്ട്. അങ്ങനെ വിശേഷങ്ങൾ ഏറെയാണ്. അപ്പം നിലമ്പൂരിൽ ഇങ്ങനെ സ്ഥലവും എന്ന് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു പോയിന്റിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പം നമുക്ക് മെല്ലെ മീൻപിടുത്തം കഴിഞ്ഞങ്ങ് നമുക്ക് നടന്നു തുടങ്ങാം. ഒന്നും കിട്ടിയില്ല, സാരമില്ല, നമുക്ക് അപ്പുറത്തെ എറിഞ്ഞു നോക്കാം. ഓക്കെ, അപ്പം അടുത്ത കടവിൽ കാണാം. യെസ്, അവിടെ അല്ല ഇവിടെ. വൈബാണല്ലോ അല്ലേ? സാധാരണ രീതിയിൽ ഫാമിലി ആയിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് എന്താണുള്ളതെന്നായിരിക്കും നമ്മുടെ ആദ്യത്തെ ചിന്ത പോവുക. അത്തരത്തിൽ കതിർ ഫാം അതിൻ്റെ ഒരു സെൻട്രൽ പോയിന്റിൽ തന്നെ എല്ലാ രീതിയിലേക്ക് വ്യൂ പോയിന്റ് കിട്ടുന്ന രീതിയിലേക്ക് തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അയച്ചു വിട്ടാൽ മതി. എനിക്ക് തോന്നുന്നേ ഈ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് അവർക്ക് ഏറ്റവും വലിയൊരു ടെൻഷൻ പിള്ളേർക്ക്, ഇവിടെ ഫുൾ വെള്ളമാണ്. അപ്പൊ പിള്ളേർ എവിടെയെങ്കിലും സേഫ് ആയിട്ടൊരു സ്ഥലത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം പിന്നെ നോക്കണ്ട. അപ്പൊ അതിന് പറ്റിയ സ്ഥലം കയറി വരുമ്പോഴത്തേനും അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഊഞ്ഞാലുണ്ട്, സീസോ ഉണ്ട്, പിന്നെ പേരറിയാത്ത കുറെ നിനക്ക് അറിയോ? ശരിക്കും എനിക്ക് തോന്നുന്നു ഈ പാർക്ക് കുറച്ചുകൂടി കളർ ആവണമെന്നുണ്ടെങ്കിൽ പിള്ളേരും കൂടെ ഒപ്പം ഉണ്ടാവുമ്പോഴാണ് അല്ലേ? അപ്പൊ അത്തരത്തിൽ ഇപ്പൊ പിള്ളേർ നമ്മളാണ്. പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 12 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ഗുഹയിലൂടെ മാത്രം കയറി ഇങ്ങോട്ട് പോകുന്നു. ഞാൻ ആഗ്രഹം സഫലീകരിച്ചു. ഇതിൽ തീരുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവിടെ നോക്കിയപ്പോ അവിടെ ഒരു കുതിര നിൽപ്പുണ്ടായിരുന്നു. കുതിര എന്തിനാണ്? കുതിര സവാരി ഉണ്ടോ ഇനി കുതിരയുടെ വേറെ എന്തെങ്കിലും എന്താ പരിപാടി നമുക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു കതിർ ഫാമിലി ഒരു ഹൈലൈറ്റ് ആയിട്ടാണെന്നാണ് കേട്ടിട്ടുള്ളത് ഹോഴ്സ് റൈഡിംഗ് എന്നുള്ളത്. ഈ കുതിര ശരിക്കും അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം അല്ലേ? ഒന്നില്ലെങ്കിൽ അതിൻ്റെ ട്രെയിൻ ചെയ്യാനാണെങ്കിലും അതിൽ പോകാൻ വേണ്ടിയിട്ടാണെങ്കിലും കുട്ടികൾ വരും, മുതിർന്നവർക്ക് വരാണെന്നുണ്ടെങ്കിലും ഒരേപോലെ ഇഷ്ടമുള്ളതാണ്. ഒരു കുട്ടിത്തൊക്കെ വന്നു തുടങ്ങിയില്ലേ? പോയി തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മെല്ലെ നമുക്ക് പാർക്കിൽ കയറി കളിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് വെറുതെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് നമുക്ക് നേരെ കുതിര കയറി പിടിക്കാൻ പറ്റുമോ? നമുക്ക് അടുത്ത നേരെ കുതിരയുടെ പുറത്ത് പോവാം. അപ്പൊ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഹോഴ്സ് റൈഡിങ് നടക്കാനുള്ള ആള് നമ്മൾ തേടി അങ്ങോട്ട് പോയപ്പോ നമ്മൾ തേടി ആൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ക്രിസ്റ്റഫർ. അപ്പൊ എന്തായാലും ശരിക്കും ഇവിടെ മെല്ലെ 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 വരുന്നുണ്ട്. മറ്റേതുപോലെ ഇല്ല, റിച്ച് ബായ് കുറച്ച് ആറ്റിറ്റ്യൂഡിലാണ് വരുന്നത് അല്ലേ? റിച്ചൂസ് തന്നെ വിളിക്കാം അല്ലേ? ഹലോ, ഹായ് മാൻ. അപ്പൊ ഇതാണ് ഇവിടെ വരുന്ന ഒരിക്കലെങ്കിലും ഹോഴ്സ് റൈഡിങ് നടത്തണമെന്ന് ആഗ്രഹമായിട്ട് വരുന്നവർക്ക് കതിർ ഫാം നൽകുന്ന ഒരു ഗിഫ്റ്റ് ശരിക്കും ഇതാണ് അല്ലേ? അപ്പോൾ എന്തായാലും ഇവിടെ വരുന്ന എൻട്രി ഫീ ശരിക്കും 20 രൂപയാണ്. നമുക്ക് ഇവിടെ വന്ന് കാണാം, ആക്ടിവിറ്റീസിലൊക്കെ കയറാം. പക്ഷേ സെപ്പറേറ്റ് ചാർജ് ഉള്ളത് ഒന്ന് ഹോഴ്സ് റൈഡിംഗ് ആണ്, 100 രൂപയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബോട്ടുള്ളത്. നമുക്ക് ഇതായി കാണുന്ന റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു 5 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു ബോട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഏകദേശം ഇതുപോലെ 100 രൂപയാണ്. അതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ ക്യൂവിൽ ആളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ബോട്ടിൽ ഇരിക്കാമെന്നാണ് അല്ലേ മുജീബ് ഭായ്? യെസ്. അപ്പോൾ എന്തായാലും ഒരാളെ ഈ അവസരത്തിൽ പരിചയപ്പെടുത്താതെ വയ്യ. ഇതാ മുജീബ് ഭായ് ആണ്, ഈ കതിർ ഫാമിൻ്റെ എല്ലാം എന്ന് പറയാം അല്ലേ? അപ്പോൾ എന്തായാലും റിച്ച് ഭായിനെ കൊണ്ട് ഇതാ ഇവിടെ നമുക്ക് അരികിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് എങ്ങനെ ആളെങ്ങനെ ഡീസന്റ് ആണ്? എത്ര വയസ്സുണ്ട്? 6 വയസ്സുണ്ട്. 6 വയസ്സുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഹോഴ്സ് റൈഡിങ്ങിനുള്ള ട്രാക്ക് ശരിക്കും അവിടെയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് എപ്പോഴും ഈ കുതിരേനെ അല്ലെ അതിൻ്റെ ഒപ്പം ഓടിക്കാനോ ഫോട്ടോ എടുക്കാനോ ഒപ്പം തോന്നും എങ്ങനെ ഇത് ഓടിക്കാനൊന്ന് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത്. അതിനുള്ള സൗകര്യം ആക്ച്വലി കതിർ ഫാം ഒരുക്കുന്നുണ്ട്. മുജീബ് ബ്രോ എത്ര നാളെടുത്തിട്ടാണ് ഈ സാധനം പഠിച്ചത് ഹോഴ്സ് റൈഡിങ്?
8 ദിവസം കൊണ്ട് പഠിച്ചെടുത്തു. 8 ദിവസം കൊണ്ടാ റെക്കോർഡാ അല്ലേ? ക്ലാസ് 1 മണിക്കൂർ കിട്ടും, അതിനിടയ്ക്കാണ് പഠിച്ചെടുക്കുന്നത്. പക്ഷെ ഇതേപോലെയുള്ള 1 മണിക്കൂർ ക്ലാസ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 15 ദിവസത്തെ ക്ലാസ് ആണ്. 8.5K ആണ് വരുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ എവറി മോർണിംഗ് അല്ലേ 1 hour ക്ലാസ് ഉണ്ട്. അപ്പൊ അതും വന്ന് പഠിച്ചു കഴിഞ്ഞാല് ഒറ്റയ്ക്ക് പഠിച്ചാൽ നമുക്ക് പോണ പോലെ പോവാം. ഇങ്ങനെ കുതിരപ്പുറത്ത് കയറി ഇങ്ങനെ പോവാ. നമ്മുടെ റിച്ചുവിനുള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിച്ചു വോയിസ് കമാൻഡിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുതിരയാണ്. അതായത് നമ്മൾ റിച്ചുവിനോട് സ്റ്റോപ്പ്, ഞാൻ പഠിച്ചു, ഹേ സിറി സ്റ്റോപ്പ്, ഇത് ഒരു കാല് വെക്കുന്ന എന്തിനാണ്? അടിയാനാണോ? പുള്ളി വലിച്ചിട്ട് നല്ലോണം വലിച്ചിട്ടാണ്. ഓക്കെ, ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം? ലെറ്റ്സ് ഗോ, കം ഓൺ റിച്ചു, കം റിച്ചു കം. ഓക്കെ, വീണ്ടും സ്റ്റോപ്പ് പറഞ്ഞോ, നിൽക്കുമോ? സ്റ്റോപ്പ്. ഓഹോ, ഞാനും അങ്ങനെ ഒരു കുതിര ട്രെയിനർ ആയിരിക്കുകയാണ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ സവാരി പോകുന്ന സമയത്ത് എൻ്റെ ഒപ്പം ആളുകൂടി ഉണ്ടാവും. അപ്പൊ ആ രീതിയിലേക്ക് ഞാൻ പോവാം. പക്ഷെ അത് ആളുടെ കമാൻഡിങ് ഒപ്പം വരുന്നുണ്ട്. അതല്ലാതെ തന്നെ നമുക്ക് പോകുന്ന ഒരു ഫീൽ ഉണ്ട്, കുറച്ച് ഫ്രീഡം. പക്ഷെ നമുക്ക് ആ ഒരു ത്വര ഭയങ്കരമായിട്ട് വരും. എന്ത് ഇതൊന്ന് കുറച്ച് പ്രകൃതി സൗന്ദര്യവും ശാന്തവുമായിട്ടുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെല്ലെ ഒന്ന് നൊസ്റ്റാൾജിയ പിടിക്കുന്ന ഒരു ശീലമുണ്ട് മലയാളികൾക്ക്. അത്തരത്തിൽ കതിർ ഫാമിന്റെ കാഴ്ചകളിലോട്ട് നീങ്ങുന്ന സമയത്ത് അങ്ങനെ നമ്മുടെ കണ്ണുടക്കിയത് ഒരു 3 പേരിലേക്കാണ്. മെല്ലെ മെല്ലെ പഴയ വിശേഷങ്ങളും വീട്ടു വർത്താനങ്ങളൊക്കെ ആയിട്ട് 3 പേർ. നമസ്കാരം. യെസ്, എന്തായാലും എനിക്ക് തോന്നുന്നു നല്ല വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന്റെ ഇടയ്ക്ക് നമ്മൾ പോയിട്ട് ഇടയ്ക്ക് കയറി ശല്യപ്പെടുത്തി തോന്നുന്നു. നിന്ന് ഇതുവരെ വന്ന് ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കുന്ന കുറച്ച് പേര് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. മൈക്കൊന്ന് പിടിച്ചോളൂ, എന്നിട്ടൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എന്റെ പേര് വസന്ത. ഞാൻ ഇടവണ്ണ എന്നാണ് വന്നിട്ടുള്ളത്. ഞങ്ങളിന്ന് ഇങ്ങനെ ഇതുപോലെ പ്രകൃതി സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാണ്. വസന്താമ തന്നെ രണ്ടുപേരും ഒന്ന് പരിചയപ്പെടുത്തിയേക്കട്ടെ. ഞാൻ പരിചയപ്പെടുത്തിയാൽ മതി. ഇത് വസന്ത, ഒരാള് പുഷ്പ. ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആണ്. ശരിക്കും കതിർ ഫാമിൽ എത്തിയിട്ട് ഇത് ആദ്യത്തെ വരവാണോ? ഇത് എങ്ങനെയുണ്ട് ഇവിടെ? ഞങ്ങള് ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോ ഇങ്ങനെ അപ്പോഴും ഞങ്ങള് തെരഞ്ഞെടുത്തത്. ഞങ്ങള് അങ്ങനെ ആദ്യം നിലമ്പൂര്, പിന്നെ തേക്ക് മ്യൂസിയം, പിന്നെ അതുമാതിരി അപ്പൊ കതിര് പറഞ്ഞു നമുക്ക് കതിരിക്ക് പോവാം. അപ്പൊ എന്നാ ഭക്ഷണമൊക്കെ അവിടെ തന്നെ ഉണ്ടായില്ല. നമുക്ക് അവിടെ എത്തിയാല് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അങ്ങനെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ വീട്ടിലേക്ക് പോവാന്നുള്ളതില് വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊന്ന് നിലമ്പൂര് പോകും. എവിടേക്കാ ചോദിച്ചപ്പോ എന്റെ ഹസ്ബൻഡ് ചോദിച്ചു എവിടേക്കാ പോണേ. നിലമ്പൂര് എത്തിയിട്ട് ഞങ്ങള് ഇവര് എവിടെ എത്തിയിട്ട് അപ്പൊ പറയുന്നുള്ളൂ മാത്രം. ശരിക്കും എങ്ങനെ വൈബായിട്ടുള്ളതാണ് ചോദിക്കുക. ഇപ്പൊ ജനറേഷൻ കുറച്ചും കൂടി അല്ലെ ഒരു ഫ്രീഡം വേണം, സ്പേസ് വേണം എന്നുള്ള ചിന്തിക്കുന്നത്. ശരിക്കും മക്കൾ ഇതുപോലെ തന്നെയാണോ? അവർ ആ സ്പേസിനനുസരിച്ച് വിടുന്നവരാണോ? അത് നമ്മള് ആക്കും അതനുസരിച്ച് നിങ്ങൾ പോകണ്ടെന്ന് പറയുന്ന സ്ട്രിക്ട് പാരന്റ്സ് ആണോ? അല്ല, മക്കള് അവരെ ഇഷ്ടത്തിനാ. മക്കളോട് പറയല് നിങ്ങൾ എവിടേക്കാന്നുള്ളത് പറഞ്ഞിട്ട് പോണം. നമ്മൾ പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ അവര് വരുന്ന സമയത്ത് നമുക്ക് കണ്ടില്ലെങ്കിലേ ഇരുതാവില്ല. അപ്പൊ എവിടേക്കാണെങ്കിലും അവർക്ക് പോകാനുള്ള ഫ്രീഡം ഉണ്ട്. ഞങ്ങള് 3 ആളെ വീട്ടിലായുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും വൈബ് ടീമിന് കിട്ടും അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? പറഞ്ഞ സ്ഥിതിക്ക് തന്നെ എനിക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൈയോടെ കൊടുക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു കാര്യം ചെയ്യാം. എന്റെ കയ്യിൽ ഒരു ഓഡിയോ ക്ലിപ്പിംഗ് ഉണ്ട്. അപ്പൊ ഇത് കേൾപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏത് പാട്ടാണെന്ന് ഗസ് ചെയ്യണം. ആ പാട്ടിന്റെ ട്യൂൺ കേട്ടിട്ട് ഇത് ഏത് പാട്ടാണ് ആ വരി ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ വരി ചെറുതായിട്ടും തെറ്റിയ കുഴപ്പമില്ല. പക്ഷെ കുറച്ചുകൂടി ഫേവറായിട്ട് തരാൻ പറ്റുമോ നോക്കാം അല്ലേ? പാട്ടാത്താരല്ലേ? അതില്ല, ആ ഒരു വിഷയല്ലേ ഇവിടെ. റെഡി അല്ലേ? ഓക്കെ, 3, 2, 1. കിട്ടിടങ്ങിണ്ട്. അവിടെ കീഴടങ്ങിയെന്ന് കിട്ടിയെന്നാണോ? ഇനി അടുത്ത വരെ വരും കിട്ടും.
മോഹൻലാല് പാട്ട് ആ വരട്ടെ. ആ മൈക്കൊന്ന് പിടിച്ചോ. വന്നു. വരട്ടെ. വേണമെങ്കിൽ ഒന്ന് മേലേക്കോട്ട് നോക്കിയേ, എന്താ കാണുന്നേ നോക്കിയേ. അതല്ല വേണമെങ്കിൽ ഒന്ന് മേലോട്ടൊക്കെ കിട്ടും. കാർത്തികയും അല്ലേ? അതൊക്കെ നമുക്ക് സിനിമാകളൊന്നും വേണ്ട, പാട്ട് മതി. വേണേ മേലോട്ട് നോക്കിയേ. രാജഹംസം അവിടെ എന്താ ഉള്ളേ? മേഘ വേണമെങ്കിൽ നീ പിടിച്ചോ. അല്ല ആ നേരത്തെ അമ്മ പറഞ്ഞതില് ഒരു ഈ ഹംസ മാറ്റിയിട്ട് ഒരു സാധനം മാറ്റി കഴിഞ്ഞാൽ സെറ്റാണ്. ഒന്നുകൂടെ അലച്ച കിട്ടും. നമുക്ക് അവിടെ ഇല്ലെങ്കിൽ കൗണ്ട് ഡൗൺ തുടങ്ങും. യെസ്, കൗണ്ട് ഡൗൺ തുടങ്ങിയല്ലോ. 5 4 3 സോറി 2 ലാസ്റ്റ് ട്രൈ. ഏത് പാട്ട് പറഞ്ഞു? 1 അയ്യ അത് വായിൽ കിടന്ന് കളിക്കുന്നത് അതാ ഓട്ടം കൂടെ പക്ഷെ എന്താണെന്നറിയോ, ഇതേ ചേരുമ്പടി ചേർക്കുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്, രാഗം വരുന്നുണ്ട്, വരികൾ അവിടെ ഇവിടെ കിടക്കുന്നു. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് ജോയിൻ ചെയ്തില്ല. പക്ഷെ ആ ശ്രമം നല്ലതായിരുന്നു. രാജ പറഞ്ഞു, ഗീത പറഞ്ഞു, മേഘം വരുത്തി. പക്ഷെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാറുണ്ട്. പക്ഷെ ശ്രമങ്ങൾ നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് ആത്മാർത്ഥമായിട്ട് അല്ലെ, നമുക്ക് ആത്മാർത്ഥം എന്തായാലും കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നിർവാഹമില്ലാതെ അപ്പൊ എന്തായാലും പാട്ട് പാടുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പിന്നീട് അവസരത്തിൽ അല്ലെ നമുക്ക് എന്തായാലും കിട്ടും. എന്തായാലും കണ്ടതിലും പരിചയപ്പെട്ടില്ല. ഒത്തിരി സന്തോഷം. പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ഥലം കാണുന്ന സമയത്ത് ഇതിന്റെ ഇടയിൽ ഒരു ഹോം സ്റ്റേയും കൂടി ഉണ്ടായിരുന്നു നല്ലതായിരുന്നു അല്ലെ, ഒരു തോന്നൽ ഉണ്ടാക്കും. ഇത് മിക്കവാറും ഇവര് ഇവിടെ ഹോം സ്റ്റേ കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വരുന്നതിന്റെ 4 ഇരട്ടി ഇവിടെ കസ്റ്റമേഴ്സ് വരും. പക്ഷെ അത്തരത്തിലുള്ള ഹോം സ്റ്റേ ആണ് ഇതെന്ന് പെട്ടെന്ന് അല്ലെ ഒരു പ്രഥമ ദൃഷ്ടി കണ്ടപ്പോൾ ഇത് തോന്നി, എന്റെ ലുക്കും സംഭവം കണ്ടു. പക്ഷെ ഇതല്ല, ഇത് ഇവരുടെ ഓഫീസാണ്. പക്ഷെ ഓഫീസ് തന്നെ ശരിക്കും ഒരു പാടത്ത് നടുവിൽ ഒരു ഹട്ട് അല്ലെ, ഒരു ട്രീ ഹട്ട് കൊണ്ടുവന്ന് വെച്ച പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഈ പഴമയിലേക്കുള്ള പോക്കെന്ന് പറയുമ്പോഴും ഇവിടെ കൊടുത്തുള്ള രീതികളും അങ്ങനെ തന്നെയല്ലേ, കുറച്ചൊരു പേരുകളൊക്കെ ശ്രദ്ധിച്ചായിരുന്നു അല്ലെ, കുറച്ചൊരു നൊസ്റ്റീവ് ട്രാക്ക് അടുപ്പിക്കുന്നുണ്ട്. അതുപോലെ മലയാളം മാക്സിമം അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവിടെ പാർക്കിംഗ് എന്ന് പറഞ്ഞ സാധാരണ എല്ലാ സ്ഥലത്തും പാർക്കിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ ആയിരിക്കും. ഇവിടെ വാഹനങ്ങൾ, ഒരു ആരോ അങ്ങനെയൊക്കെയാണ് അവർ ഇട്ടേക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പൊ അർത്ഥങ്ങൾ നോക്കിയിട്ടല്ലെങ്കിൽ പോലും ഇപ്പൊ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. നമുക്ക് അങ്ങോട്ട് നിന്ന് നമ്മൾ ആദ്യം ഇറങ്ങിയ ഒരു പോയിന്റിൽ നമുക്ക് തിരിച്ച് അവിടേക്ക് തന്നെ നടന്നെത്താം, കളപ്പുരയാണെന്നുണ്ടെങ്കിലും അല്ലെ. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ശരിക്കും ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. ഹൗസ് ബോട്ട് അല്ല, പെഡൽ ബോട്ടാണ് ഉള്ളത്. ഹൗസ് ബോട്ടിന്റെ മാതൃകയുണ്ട് അവിടെ, പക്ഷെ ബോട്ടായിട്ട് പെഡൽ ബോട്ടുകളെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് പഴയ ഇതിന്റെ ഒരു ജലഗതാഗതം തുടങ്ങി വെക്കുന്ന തന്നെ ശരിക്കും വള്ളക്കടവിൽ നിന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇവിടെ ആ ഒരു ഓർമ്മ നിലനിർത്തിക്കൊണ്ട് തന്നെ കടവ് എന്നുള്ള രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ശരിക്കും കളപ്പുര ആക്ച്വലി ശരിക്കും ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുന്ന ഒരു സ്ഥലത്ത് പറയുന്നെങ്കിലും ഇവിടെ അതിന്റെ ഉദ്ദേശം അങ്ങനെയല്ല. അതുപോലെ വേറെ സാധനം കിട്ടിയാണ്, പിള്ളേരൊക്കെ കളിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അതിന്റെ മലയാളം വേർഡ് എന്താണെന്നറിയോ? നമ്മളൊക്കെ കിഡ്സ് കോർണർ എന്നൊക്കെ പറഞ്ഞിട്ട് വിടും, ശരിക്കും കളിത്തറ എന്നാണ് അതിന്റെ പേര്. അത് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് അത് അറിയാൻ സാധിച്ചത്. പിന്നെ അങ്ങനെ കൊടുക്കുന്ന പേരിലാണെങ്കിൽ പോലും ശരിക്കും ഒന്ന് പഴയൊരു ഗൃഹാതുരത്വം അവർ കൊണ്ടു കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ്. അപ്പൊ ഈ നടക്കുന്ന രീതിയിലേക്കാണ് ഇപ്പൊ ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ പാടത്തിന്റെ അവിടെ നമുക്ക് കുരുവികളൊക്കെ പോണ കണ്ടു. അതുപോലെ തന്നെ സഹജീവി സ്നേഹം അതല്ലേ ഇവിടെ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ താറാവ് കൂട്ടാണ് ശരിക്കും ഈ കുളത്തിന്റെ ശരിക്കും ഒരു പൂർണ്ണം വിഷ്വൽസ് പൂർണ്ണമാവുന്നത് എപ്പോഴും അല്ലെ താറാവ് കൂടി വരുന്ന സമയത്തായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഇവിടെ ഉണ്ട്. എനിക്ക് ഒന്ന് പോയി ഇറങ്ങിയതാണോ അത് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നതാണോ എന്നറിയില്ല. അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കൊടുക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് അർത്ഥത്തിലും ഒരു കുട്ടനാടാണ്, കുട്ടനാടായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റും. ഒരുപാട് സഹജീവികൾ ഇവിടെ ഒക്കെ അവർ അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കവർ ചെയ്യാം. ഇപ്പൊ നമുക്ക് അതെ ആ താറാക്കൂട്ടങ്ങളൊന്ന് കണ്ടിട്ട് വരാം.
ഹലോ ഹലോ ഹായ്. ഇവിടെ കാര്യമായിട്ടുള്ള സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അല്ല മോനാണ്. യെസ്. സാധാരണ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംരംഭം കാണുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോവും ഇത് ആരുടെ തലയിലാണ് ഈ ഒരു ആശയം ഉദിച്ചതെന്നുള്ളത്. ഈ ഒരു ആശയത്തിന് പുറകിലെ അത് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണം. കതിർ കാണുമ്പോൾ ആർക്കായാലും ഈ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ മോഹം തോന്നും ഇത് കൊള്ളാലും ഒരു ഐഡിയ എന്നുള്ളത്. സോ അത് ഉദിച്ച തലയാണ് നിൽക്കുന്നത് അല്ലേ? നമസ്കാരം. പേര് എങ്ങനെയായിരുന്നു? എന്റെ പേര് കബീർ ആണ്. മകന്റെ പേര്? മകന്റെ പേര് റസൽ ഉണ്ട്. ആ പാതയിലുണ്ടോ മകൻ? മകന് താല്പര്യമുണ്ട്, പക്ഷെ അവന് പിന്നെ ഇപ്പൊ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ട്. ആൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ്. ഹയർ സ്റ്റഡീസിന് ഇപ്പൊ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. 2 മാസത്തിനുള്ളിൽ പോകും. ശരിക്കും ഇതിനൊന്ന് നാടിനോടുള്ള സ്നേഹം അമിതമായിട്ട് വേണം. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ കൊച്ചിലെ തൊട്ടുള്ള ഭയങ്കരമായിട്ടുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കിടക്കുന്നുണ്ട് വേണം. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ ഇതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ തോന്നുക. ശരിക്കും എവിടെ കതിർ എന്നുള്ള ആശയം തുടങ്ങി വെക്കുന്നത് എവിടെ പോകും? ശരി, കതിർ എന്നുള്ള ആശയം തുടങ്ങുന്നത് പറഞ്ഞാൽ ഞാൻ 2016 ഇത് തരിശായിട്ട് കിടക്കായിരുന്നു. രാത്രി ആന നിന്നാൽ കാണാത്തൊരവസ്ഥയിലായിരുന്നു. അത്രയും കാടായിരുന്നു. അപ്പൊ ഏജായിട്ടും അപ്പൊ മരിച്ചുപോയി. പിന്നെ മക്കള് പിന്നെ ഞങ്ങളൊക്കെ എല്ലാവരും പലരും പല ഭാഗത്താണ്. ഞാൻ കർണാടകയിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൃഷിയുടെ നഷ്ടത്തിലായിരുന്നു. അപ്പൊ ഇവിടെ തന്നെ കൃഷി ചെയ്യുക, ആ കൃഷി എങ്ങനെ ലാഭകരമാക്കാം എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൃഷിയുടെ ഒന്ന് മനോഹരമാക്കാൻ തീരുമാനിച്ചത്. നമ്മൾ ചെയ്യുന്നത് ജെന്യൂനായിട്ട് ചെയ്യുക, പിന്നെ നമ്മളെ വിപണി തേടി നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുക. നമ്മൾ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സാധനം ഇവിടേക്ക് തന്നെ ഉപഭോക്താവിനെ വരുത്തി വിൽപ്പന നടത്താൻ പറ്റുമോ നോക്കുക. അങ്ങനെ ആകുമ്പോൾ ഒത്തിരി വാല്യൂ ആഡഡ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇനി ഭാവിയിലേക്ക് ഇത് വിപുലീകരിക്കാനുള്ള പ്ലാൻ ഉണ്ട്? എന്താണ് ഇതിന്റെ ഒരു? പ്രധാനമായിട്ടും കൃഷി തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൃഷിയിലേക്ക് മനുഷ്യനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. സീസണലായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് ഇവിടെ കൂടുതൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വെറ്റ്ലാൻഡ് ആണ്. അപ്പൊ അതിൻ്റെതായുള്ള പിന്നെ ലിമിറ്റേഷൻസും പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ട്. ശരിക്കും ആ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ശരിക്കും ഇത്രയും വലിയൊരു സാമ്രാജ്യം. സീസൺ ഇവിടെ നെല്ലും കതിരും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവിടെ കാണാൻ കഴിയും. ഉണ്ട്. അപ്പൊ എന്തായാലും നിലമ്പൂർ വരുമ്പോൾ കാണാനും വിശേഷങ്ങളും ഒക്കെ കുറെ ഉണ്ട്. സോ അത്തരത്തിൽ ഒരു രീതിയിൽ മിസ് ചെയ്യാത്ത ഒന്നുകൂടി തന്നെയാണ് കതിർ എന്നുള്ളത്. കാഴ്ചകൾ കൊണ്ട് മാത്രമല്ല ശരിക്കും അനുഭവ സമ്പത്തും കൊണ്ടും അല്ലെ ഒരു പഴമയിലേക്കുള്ള തിരിഞ്ഞുപോക്ക് തന്നെയാണ്. നമ്മൾ ഒരുപാട് വർഷങ്ങൾ പുറകിലേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്തായാലും സാറും ഞങ്ങൾ ഇപ്പോഴും കണ്ടു കഴിഞ്ഞിട്ടില്ല. ബാക്കി ഞങ്ങളൊന്ന് നടന്ന് കാണട്ടെ. എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ആശയത്തിന് ആദ്യമേ പിക്സൽ. താങ്ക് യു സോ മച്ച്. കാണാം. നമ്മൾ പാർക്കിന്റെ വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞാണ് പാർക്ക് കളറാണെങ്കിൽ കുറച്ച് കുട്ടികൾ കൂടി വേണം എന്നുള്ളതിലേക്ക് അത്തരത്തിലെ കൊച്ചു മക്കളായിട്ടുള്ള ഫാമിലിയോട് നമ്മളൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ഹായ്, നമസ്കാരം. യെസ്. എന്താണ് സൗണ്ട് കുറഞ്ഞു? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിള്ളേരെ ഇവിടെ ആക്കാൻ വേണ്ടി വന്നത്. എന്നാൽ പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ കറങ്ങാൻ പോകാം. അതെ, പക്ഷെ ഒരാളെ ആക്കാറായിട്ടില്ല. ഹലോ, പരിചയപ്പെടുത്താവോ? എന്റെ പേര് ഇംതിയാസ്. ഗൾഫിലാണ്. ഓക്കെ. എവിടെയാണ്? ഗൾഫിലെ ജിദ്ദ, സൗദി അറേബ്യ. ഓക്കെ. ജിദ്ദയിലാണ് ഇപ്രാവശ്യം IPL ഏലൊക്കെ നടക്കാൻ പോകുന്നത് അല്ലെ? പോവോ കാണാൻ? ഇല്ല, ഞാൻ ലീവ് കഴിഞ്ഞിട്ടില്ല. ഉണ്ട്. അപ്പൊ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. എന്തായാലും ബാക്കിയുള്ളവരോട് ഇന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഇത് ഷഹാന ഷെറിൻ ഹൗസ് വൈഫ് ആണോ? ഓക്കെ. ഇയാള് മൈക്ക് തിന്നോ? എന്താ പേര്? മൈക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ വരാനുള്ള പ്രധാന കാരണക്കാരൻ താഴെയാണ് നിൽക്കുന്നത് അല്ലേ? ഹലോ, എന്താ പേര് പറഞ്ഞത്? ഫനു ഇവിടെ ഒക്കെ കറങ്ങിയില്ലേ? പാപ്പ അങ്ങോട്ട് കൊണ്ടുപോയില്ലേ? എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് സൈലന്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിലും വീട്ടില് ഇങ്ങനെ എല്ലാ ആളെന്നുള്ളത് തോന്നുന്നു. അങ്ങനെയാണോ? വീട്ടില് അല്ല, പാവം തന്നെയാണ്. കുഴപ്പമില്ല. എങ്ങനെ ഇവിടെ കതിർ ഫസ്റ്റ് ടൈം ആണോ? ഇടയ്ക്ക് വരുന്ന സ്പോട്ടാണ്. എന്താ പിന്നെയും വരാൻ തോന്നിക്കുന്ന കാര്യം എന്താ? ഉണ്ട്. ഏറ്റവും അടുത്തുള്ള സ്ഥലം എന്നുള്ള രീതിയിലേക്ക് ഉള്ളൂ. അപ്പൊ നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് കുറെ സമ്മാനങ്ങളൊക്കെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിറച്ചങ്ങ് വിടും. ഇവന് വരെ ഞങ്ങൾ സമ്മാനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായിട്ട് ഉത്തരം പറയണം. പാട്ടൊക്കെ എങ്ങനെയാണ്? പാട്ടൊക്കെ നല്ലോണം അറിയാവോ? ഇവിടെ മുൻകൂർ എന്നോട് ചോദിക്കണ്ട. ഇക്കയ്ക്ക് വേണ്ടി മാത്രം പാട്ട് എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ട് അല്ലേ? പാട്ട് പാടണ്ട, പക്ഷെ നല്ല രീതിയിലേക്ക് ഒരു ഓഡിയോ ക്ലിപ്പ് വരും. അതിൽ ലിറിക്സ് വരില്ല, ആ ട്യൂൺ മാത്രം വരിക. പക്ഷെ ആ പാട്ട് ഏതാണെന്ന് ഗസ് ചെയ്ത് പാടിക്കഴിഞ്ഞാൽ, ഈവൻ പറഞ്ഞു കഴിഞ്ഞാൽ വരെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് മെല്ലെ കേൾപ്പിച്ചാലോ? ഓക്കെ. ആദ്യം സ്ക്രീനിലേക്ക് നോക്കുന്നു. ഓക്കെ, നമ്മൾ കുറെ കേട്ടുള്ള പാട്ടാ. നമ്മളൊരു അവസരമൊക്കെ അതല്ല, ഒന്നുകൂടി ആലോചിച്ചോ.
പറയാൻ കാരണം എന്താ? ഇതൊക്കെ ഇവര് രാത്രി സൗദിയിൽ ഇരിക്കുമ്പോ ഭാര്യയെ കുറിച്ച് ഓർത്ത് കേൾക്കുന്ന പാട്ടുകളാണ്. രണ്ടുപേരും പാടി അതാണോ ട്യൂണായിട്ട് മാച്ച് ആവുണ്ടോ നോക്കട്ടെ. പണ്ട് കണ്ടതാണ്. ഈ ഉത്തരത്തിൽ എന്തെങ്കിലും വേറെ ഓപ്ഷൻ ഉണ്ടോ? പോയി തെറ്റുത്തരം പോയി കഴിഞ്ഞാൽ പ്രൈസ് പോയി. ഇല്ല, അത് തന്നെയാണെന്നാണ് പറയണേ. ഇക്കാര്യം വിശ്വാസമാണ്. അതല്ല, കേട്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതന്നെയാണെന്നും തോന്നുന്നുണ്ട്. രണ്ടുപേർക്കും തോന്നിയ സ്ഥിതിക്ക് വേറെ നിർവാഹമില്ല അല്ലേ? റൈറ്റ് ആൻസർ ആണ്. സൂപ്പർ. യെസ്, അപ്പൊ വലിയ ഗിഫ്റ്റ് ആയിട്ട് ചിരിച്ച മുഖമായിട്ട് അമ്മ നിൽക്കുന്നുണ്ട്. നമുക്ക് നല്ല ഗിഫ്റ്റ് കൊടുത്താലോ? യെസ്, ഞാൻ വലിയ ഗിഫ്റ്റ് സൂര്യ കോമഡി നൽകുന്ന നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് നമ്മുടെ ഇംതിയാസ് ബ്രോയ്ക്ക്. അപ്പൊ എന്തായാലും ഇന്ന് ഉത്തരം പറഞ്ഞതിൽ സന്തോഷം. രണ്ടുപേരും കൂടി ഉണ്ട് അല്ലേ? അപ്പൊ എന്തായാലും കുഞ്ഞു എനിക്കൊത്ത കുഞ്ഞുടുപ്പുകളുടെ നമ്പർ 1 ബ്രാൻഡ് ആയിട്ടുള്ള മാക്കിറ്റോസിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടെ നമ്മൾ ഈ സമയം കൊടുക്കുകയാണ്. ഇത് നല്ല ഉറപ്പുള്ള സ്ഥലമാണ്. അതെ, അത്യാവശ്യം ശരിക്കും കായലിന്റെ നടുവിലേക്ക് നടന്നു വന്ന് നിൽക്കാം. പക്ഷെ നമുക്ക് ബോട്ടിങ്ങിന്റെ പോയിന്റ് ഇല്ല. ബോട്ടിങ്ങിന്റെ പോയിന്റ് ശരിക്കും അപ്പുറത്താണ്. പക്ഷെ കതിർ എന്നുള്ള ഒരു ആശയം തുടങ്ങി വെച്ചത് ഈ പോയിന്റിൽ നിന്നാണ്. അതുകൊണ്ട് തെക്ക് വടക്കിന്റെ ഇന്നത്തെ വിശേഷങ്ങൾ തീരുന്നതും ഇവിടെ നിന്നുകൊണ്ടാണ് അല്ലേ? തെക്ക് വടക്കിന്റെ മാത്രമല്ല നമ്മുടെ നിലമ്പൂർ കാഴ്ചകൾ. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളി. എനിക്ക് എസ്പെഷ്യലി ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ വെള്ളച്ചാട്ടം, അതുപോലെ മറ്റേ തേക്കിന്റെ സംഭവങ്ങളൊക്കെ ഞാൻ റോഡിലൂടെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കുന്നത്, ഫ്രണ്ട്സ് നമുക്ക് പറഞ്ഞു തരും ഇന്നതാണെന്ന് പറഞ്ഞിരുന്നല്ലാണ്ട് അത് പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതും അതിന്റെ ചരിത്രം പഠിക്കാൻ പറ്റിയതൊക്കെ ഇതിലൂടെയാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളൊരു ആത്മനിർവൃതിയും എനിക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കതിർ എന്നുള്ളത് നിലമ്പൂർ വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങൾ ഒരു ഇതിൽ മിസ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളും അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത സ്ഥലത്ത് പുതിയ കാഴ്ചകളും വിശേഷമായിട്ട് ഞങ്ങൾ വരിക തന്നെ ചെയ്യും അല്ലേ? Of course. അപ്പോൾ അതുവരേക്കും ദിസ് ഇസ് റോങ് ലോന ആൻഡ് അമീൻ മഠത്തിൽ സൈനിങ് ഓഫ്. ബൈ.